ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ. കാരണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇത് ഇപ്പം എനിക്ക് മനസ്സിലായ കാരണം ഇവിടെ ഓരോരോ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ കയ്യിൽ ബിസിനസ് ഐഡിയ കൊടുത്താൽ മതി, അത് ബിസിനസ് ആക്കി തരുന്ന ഐറ്റം സ്റ്റാർട്ടപ്പുകൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. എന്റെ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് റഷീദ്. ഓക്കെ, നമ്മുടെ ഇവന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്രതീക്ഷ വന്ന് വെട്ടാണ്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടെന്ന്. ഞാൻ റാക്ക് ആയതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റിൽ കയറുകയാണ്. എനിക്ക് തോന്നിയ ഒരുപാട് ഉപകാരപ്പെട്ടു. കാരണം ഒരുപാട് നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാൻ പറ്റി, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടാൻ പറ്റി. പിന്നെ എൻ്റെ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ. കാരണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇത് ഇപ്പം എനിക്ക് മനസ്സിലായ കാരണം ഇവിടെ ഓരോരോ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ കയ്യിൽ ബിസിനസ് ഐഡിയ കൊടുത്താൽ മതി, അത് ബിസിനസ് ആക്കി തരുന്ന ഐറ്റം സ്റ്റാർട്ടപ്പുകൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിക്കണ് എല്ലാ കാര്യത്തിനും. നമ്മുടെ പ്രോഗ്രാം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻടേക്ക് എന്താ? ഇൻടേക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലേ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നി. എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാം. എന്തായിരുന്നു നിങ്ങളുടെ ബിസിനസ് ഐഡിയ? എൻ്റെ ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റ് ആയിരുന്നു. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. നമ്മൾ കേരളത്തിൽ തന്നെ ഏകദേശം 1.1% മാത്രമേ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇൻവെസ്റ്റേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ അത്രയധികം വളരെ ലോ ആണ് ഇവിടുത്തെ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകളും അത് കുറച്ചും കൂടി വലിയ രൂപത്തിൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി വലിയ രൂപത്തിൽ ആപ്പുകളൊക്കെ ആക്കി ഇറക്കാന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ചും കൂടി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഇറക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ ഫ്രണ്ട്സിന് റെഫർ ചെയ്യോ? എന്തായാലും റെഫർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റിയ ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് അറിയണം. കാരണം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എന്റർപ്രണേഴ്സ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് വലിയ സഹായമായി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനെ പറ്റിയൊരു വീഡിയോ തന്നെ എന്തായാലും ചെയ്യും. കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കാൻ എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് മാത്രം, അങ്ങനെ വലിയ പ്രായമുള്ളവരായിട്ട് അങ്ങനെ ആരും വരുന്നില്ല, യങ്സ്റ്റേഴ്സിന്റെ മെന്റാലിറ്റി ഉള്ളവർ മാത്രം ഒരു ഗ്രൂപ്പ് ആയിക്കൊണ്ട് അവരുടെ ഓരോരോ ഐഡിയാസും കാര്യങ്ങളൊക്കെ ആരും ജഡ്ജ് ചെയ്യാനൊന്നും ഇല്ലാതെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇതാക്കുക. അതും മാത്രമല്ല വെബിനാർ എടുക്കാനുള്ള അവസരങ്ങൾ, സ്വന്തം കമ്പനീനെ പറ്റി പറയാനുള്ള അവസരങ്ങൾ എന്തായാലും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. Thank you.